ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിക്കിളിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ വിശേഷങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു വ്ലോഗിൽ. അപ്പോൾ നമുക്ക് എന്തായാലും വ്ലോഗ് കണ്ടോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ലോഗ് കണ്ടോക്കാം. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 6 മണി ആ ഒരു ടൈമിനാണ് കേട്ടോ ഇത്. അപ്പം രാവിലെ തന്നെ നമ്മളെ രാവിലത്തെ പണി എന്ന് പറഞ്ഞാൽ മെയിൻ മക്കളെ സ്കൂളിലേക്ക് ലഞ്ചാക്കണം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ എല്ലാം റെഡിയാക്കേണ്ട ഒരു ടൈമാണ് കേട്ടോ രാവിലത്തെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ കൂടുതലും വ്ളോഗെല്ലാം എടുക്കൽ സ്കൂളിലെ ടൈമിലാണ് കേട്ടോ, കുറച്ചും കൂടിയും വ്ളോഗെല്ലാം എടുക്കൽ. അതാകുമ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്യുമ്പം വീഡിയോസെല്ലാം എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ്ങും കൂടിയാണ്. പിന്നെ ശനി ഞായറും ഞാനങ്ങനെ രാവിലെ ഒന്നും അങ്ങനെ ആക്കാനൊന്നും വരത്തില്ല കേട്ടോ, ഉമ്മ തന്നെയാണ് കേട്ടോ ശനി ഞായറിലാക്കൽ. ബാക്കിയില്ല എല്ലാ ദിവസവും രാവിലത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കൽ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ ഫ്രിഡ്ജിൽ നിന്നെല്ലാം ഒന്ന് പുറത്തെടുത്ത് വെക്കലും അങ്ങനെയെല്ലാം കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ചായയും കൂടി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിന്. കാരണം ചായ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസെല്ലാം ഒഴിവായി കിട്ടുമല്ലോ. കാരണം ഒരു രാവിലത്തെ ആ ഒരു കുറച്ച് ടൈം നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ല അടുപ്പ് തികയാത്തൊരവസ്ഥയാണ്. കാരണം 3 ഇതുണ്ടെങ്കിലും മൂന്നിലും ഫുള്ളാണ്. അപ്പോൾ ഓരോരോ ഐറ്റംസ് ആക്കി വേമ്പേ എടുക്കണ്ടേ. കാരണം നമ്മളെയും ആകപ്പാടെ കുറച്ച് ടൈമേ ഇല്ലും. ഈ ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ടാസ്ക് പോലെയാണ്. കാരണം ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. കാരണം മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ അവർ ആ ഒരു സ്കൂൾ ബസ്സെല്ലാം വരും, പിന്നെ എല്ലാം റെഡിയാകണം, ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയായി അവർ കഴിച്ചിട്ട് വേണ്ടേ അവർ സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 7:30 ആകുമ്പോഴത്തേക്കിനും നമ്മൾ എല്ലാ ഫുഡിൻ്റെ പണികളെല്ലാം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തീർക്കലാണ് കേട്ടോ. മാക്സിമം തീർക്കാനായിട്ട് നോക്കും. ഒന്നുമില്ലെങ്കിൽ അവർക്ക് കഴിക്കേണ്ടത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ സെറ്റാക്കി വെക്കും. ബാക്കി പിന്നെ അവർ റെഡിയാകുന്നതിനനുസരിച്ചിട്ടില്ല അവരെ ലഞ്ചും കാര്യങ്ങളെല്ലാം സെറ്റാക്കി എടുക്കലാണ് കേട്ടോ. ടൈമിൻ്റെ ടൈമെല്ലാം നോക്കിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ പോക്കാന്ന്. അപ്പോൾ ഇന്ന് നമ്മളെ പച്ചരി വെച്ചിട്ടില്ല ഒരു നോർമൽ ദോശയുണ്ടല്ലോ നമ്മളെ കണ്ണൂർ സ്റ്റൈൽ, ഈ ഒരു ഭാഗത്തെല്ലാം ഈ ഒരു പച്ചരിയും ചോറെല്ലാം കൂട്ടി അരച്ചിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ആ മക്കൾക്ക് ഇന്ന് സ്കൂളിലേക്ക് ചോറാണ് കേട്ടോ കൊടുത്തിടുന്നത്. കാരണം അധികം ചോറങ്ങനെ കൊടുക്കലേ കുറവാണ് കേട്ടോ. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയത് തന്നെയാണ് കൊടുക്കൽ. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച ഏതായാലും രാവിലെ നമുക്ക് ചോറും കറികളെല്ലാം സെറ്റാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ തലേന്നേ ചോറിങ്ങനെ കുടുക്കയിൽ കലത്തിലിട്ട് സെറ്റാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അടച്ചു വെക്കലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിന് രാവിലേക്ക് കുറച്ച് നല്ലോണം അതിൽ തന്നെ ഒന്ന് വെന്ത പോലെ ഉണ്ടാവും. പിന്നെ രാവിലെ കുറച്ച് വെള്ളമെല്ലാം കൂട്ടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചോറുണ്ടാക്കൽ. തലേന്ന് രാത്രി തന്നെ ചോറിൻ്റെ പണികളെല്ലാം നോക്കലാണ്. അപ്പോൾ ഇത് പിന്നെ ദോശേൻ്റെ അരി നമ്മളിങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്റ്റൈലിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ദോശ ഉണ്ടാക്കൽ. പക്ഷെ പല നാട്ടിലും പല ടൈപ്പിലാണ് കേട്ടോ ദോശ ഉണ്ടാക്കൽ. അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് ഈ പുളിദോശ സംഭവം ഉണ്ടല്ലോ, ഉഴുന്നെല്ലാം അരച്ചിട്ടില്ലേ, അങ്ങനത്തെ ദോശ ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ. കാരണം ആക്കലേ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. ഇത് നമ്മളെ നോർമൽ പച്ചരി തലേന്ന് പൊതിർത്തി വെക്കുക, ഒരു 3-4 മണിക്കൂർ തലേന്ന് വെള്ളത്തിലൊന്ന് പൊതിർത്തി വെക്കാൻ. അതിനുശേഷം അത് കഴുകിയെടുക്കുക. ഇപ്പോൾ 1 കപ്പാണെങ്കിൽ ഒരു 1/2 കപ്പോളം ചോറും കൂടി ചേർത്തിട്ട് അങ്ങനെ ഒന്ന്
അരച്ചെടുക്കലാണ് കേട്ടോ. അധികം ടൈറ്റ് ആക്കാണ്ട് ഒരു ലൂസായിട്ട് തന്നെ അങ്ങ് അരച്ചെടുക്കലാണ്. പിന്നെ ഇതിൽ തേങ്ങയും ഉള്ളിയും കൂടി ചേർക്കലുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസ് ഉള്ളി അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ ചില ആൾക്കാർ ഇതിൽ ജീരകവും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മെയിൻ നമ്മൾ തേങ്ങയും ഉള്ളിയും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് ചില ടൈമിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കും. ഇല്ലെങ്കിൽ നോർമലി നമ്മൾ ആ ഒരു ചോറും നമ്മൾ അരിയും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കലും ഉണ്ട്. അപ്പോൾ ഇന്ന് ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് തേങ്ങ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് അരക്കാനവിടെ വെക്കുമ്പം തന്നെ ഞാൻ വെണ്ടയ്ക്കെല്ലാം ഞാൻ നേരത്തെ കഴുകാനെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ ഇന്ന് വെണ്ടക്ക വറവെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാത്തതുകൊണ്ടുണ്ടല്ലോ വെജിറ്റബിൾ ഒന്നും കഴിക്കാത്തൊരു അവസ്ഥയാണ്. കാരണം വെജിറ്റബിൾ മെയിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു അധികം കഴിക്കൽ എല്ലാവരും കുറവാണ് കേട്ടോ. പക്ഷേ ഞാനത് കഴിക്കണം എന്നാണ് കൂടുതൽ പറയൽ. കാരണം നമ്മൾ ആകപ്പാടെ നമ്മൾ ഉച്ചക്കെല്ലാം ഈ വെജിറ്റബിളെല്ലാം കഴിക്കുന്ന ആ ഒരു ടൈം, പിന്നെ രാത്രിയിലെല്ലാം അങ്ങനെ വെജിറ്റബിളെല്ലാം കഴിക്കാൻ എന്തോ പോലെയാണ്. അത് പണ്ടേ ശീലിച്ചുകൊണ്ടായിരിക്കും. കാരണം രാത്രിയെല്ലാം പച്ചക്കറിയെല്ലാം കഴിക്കുമ്പം എന്തോ അത്ര ഒരു ഇത് കിട്ടില്ല. പക്ഷെ ആ ഒരു ഉച്ച സമയത്തിലെ ഫുഡിൽ മെയിൻ നമ്മളെ ചോറും കറികളെല്ലാം കഴിക്കുമ്പോൾ മെയിനായിട്ട് വെജിറ്റബിളെല്ലാം മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെജിറ്റബിൾ ഇപ്പോൾ ഒന്നും തന്നെ ആക്കലേ ഇല്ല കേട്ടോ. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ മക്കൾക്ക് കൊണ്ടുപോകാനും എല്ലാം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ചോറാക്കാത്തതുകൊണ്ട് തന്നെ ഈ പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ അങ്ങ് പോക്കാന്ന്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ടൗണിൽ പോയ ടൈമിൽ കുറേ പച്ചക്കറിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അതും നല്ലോണം കഴിക്കണമല്ലോ. കാരണം അധികം നമ്മൾ ഈ ബീഫും ചിക്കനും അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ ആരോഗ്യത്തിനും വളരെ വളരെ ഹാനികരമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം വെജിറ്റേറിയൻ എല്ലാം ഉൾപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഞാൻ കുറേ പച്ചക്കറിയെല്ലാം വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സിമ്പിളാണ് കേട്ടോ, കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഉള്ളിയും പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കടുകും പൊട്ടിച്ചിട്ട് അങ്ങ് ഒന്ന് ഇളക്കി ഒന്ന് വറുത്ത് എടുത്താൽ മതി കേട്ടോ. അത് വറുക്കൽ മീൻസ് തോരൻ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിങ്ങോട്ട് മെയിൻ വെണ്ടക്ക വറവ്, കയ്പ്പക്ക വറവ് അങ്ങനെയാണ് കേട്ടോ പറയൽ. ചില നാട്ടിൽ തോരൻ എന്ന് പറയും. എനിക്ക് തോന്നുന്നു കൂടുതൽ നാട്ടിലും തോരൻ തന്നെയാണ് പറയൽ. വറവ് എന്ന് പറയുമ്പം എന്തോ മീൻ വറുത്തത് അങ്ങനെയെല്ലാം പറയുന്നതല്ല, മീൻ പൊരിക്കുന്നതിന് വറുത്തത് എന്നെല്ലാം പറയുന്ന ആ ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ അതെല്ലാം അവിടെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഞാൻ തലേന്നേ മസാലയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളിങ്ങനെ ചിക്കനെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അധികം തലേന്ന് തന്നെ മസാലയിൽ ഇട്ടിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കലാണ്. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ ഇല്ലെങ്കിൽ എഴുന്നേറ്റ് ഇതിൽ കഴുകി മസാല ഇട്ട് വെക്കലും എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് പണിയാകും. കാരണം ടൈം മെയിനാണല്ലോ. അപ്പോൾ ഞാൻ മസാലയിൽ ഇട്ടത് നേരത്തെ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കാൻ മറന്നു, പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫ്രീസറിലായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഐസെല്ലാം പോയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉമ്മ ഇടുന്ന ദോശയെല്ലാം ഉണ്ടാക്കലാണ് കേട്ടോ. കാരണം ഈ ഫ്രൈ പാനിലാണ് കേട്ടോ നമ്മൾ ദോശ ഉണ്ടാക്കൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമാവും നമ്മളെ ദോശക്കല്ലിൽ വെച്ചിട്ട് ദോശ ഉണ്ടാക്കാനാണ്. അപ്പോൾ ദോശക്കല്ലെല്ലാം ഇവിടെ ഉണ്ടായത് എന്തോ മോശമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കല്ലെല്ലാം ഇപ്പം വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ആ കല്ലെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മളിങ്ങനെ അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടും കേട്ടോ. ആ ഒരു ഒരു ദമ്മായ രീതിയിൽ നല്ല പോലെ കുക്കായി കിട്ടുകയും ചെയ്യും. പിന്നെ ലാസ്റ്റ് ടൈം ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കൻ നല്ല പോലെ കുക്കായി കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഞാൻ സ്കൂളിലേക്കെല്ലാം ഇപ്പോൾ കൊടുക്കാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അതിൽ ഫ്രൈ ചെയ്യൽ. കാരണം നമ്മൾ ഓരോരോ കാര്യം ചെയ്യുമ്പോൾ ആണല്ലോ നമ്മളെല്ലാം അറിഞ്ഞറിഞ്ഞ് വരത്ത്. അപ്പം ഞാൻ ആദ്യമെല്ലാം വലിയ പീസ് സാധാരണ നമ്മൾ ഇടുന്നെല്ലാം കഴിക്കുന്ന പോലെയായിരുന്നു കേട്ടോ കൊടുത്തുകൊണ്ടുണ്ടായത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇവർക്ക് കാരണം ചെറിയാക്കി വലിയ പീസ് കൊടുക്കുമ്പോൾ ഞാൻ കട്ടാക്കിയിട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ തന്നെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ
നല്ല സുഖമല്ലേ, അവർക്ക് കഴിക്കാനും കുറച്ച് ഈസി അല്ലേ. ഇല്ലെങ്കിൽ ഈ വലിയ പീസെല്ലാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അങ്ങനെ ഞാനും ചിന്തിച്ച് നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഐഡിയ നല്ലത്. കാരണം ചെറിയ പീസായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് അവർക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല സുഖമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡോറെല്ലാം ഓപ്പൺ ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇത് അവരെ ലഞ്ചെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് മക്കൾ ദോശയെല്ലാം അങ്ങനെ കഴിച്ചുകൊണ്ടുണ്ട് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പം പിന്നെ കറിയായിട്ടൊന്നും ഇവർക്ക് വേണ്ട കേട്ടോ, കാരണം ഈ വറവും ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പോലെ കഴിക്കാനെല്ലാം പറ്റും കേട്ടോ. പിന്നെ ഇടയ്ക്ക് കേടെല്ലാം കൊടുക്കലുണ്ട്. അപ്പോൾ മൂത്താൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനിക്കൊരു ബോക്സിലാക്കിയിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഈ ലഞ്ചിന് ഉച്ച ടൈമിലുണ്ടല്ലോ, നമുക്ക് ആ ഒരു വിശക്കുന്ന ടൈമിൽ എന്ത് കിട്ടിയാലും അങ്ങ് പോയിക്കോളും. കാരണം പ്രത്യേകിച്ചൊരു എന്തെങ്കിലും ഗ്രേവി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്തെങ്കിലും വറവോ പൊരിവോ ഇനി ഒന്നുമില്ലെങ്കിലും വെറും വറവ് കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനും ആ ഒരു ഉച്ച സമയത്ത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ. കാരണം നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റംസ് കിട്ടുമ്പോൾ ആ ഒരു ഫുഡിന് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ റൂമിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഫാത്തിമ എല്ലാം ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആൾ മാഷാഅല്ലാ കമിയാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. കാരണം ഇത് കുറേ ദിവസമായി കമിയാൻ ഇങ്ങനെ പ്രാക്ടീസ് ആയിരുന്നു ആൾ. അപ്പോൾ ഇപ്പോൾ കമിഴ്ന്ന് വീണുകൊണ്ട് തന്നെ ഇനിയിപ്പം തിരിഞ്ഞ് കിടക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ കമിഴ്ന്ന് കിടന്ന പാടെ തന്നെ കുറച്ച് ടൈം എടുത്താൽ പിന്നെ കരയാൻ തുടങ്ങും. അപ്പോൾ അത് വലിയൊരു ചൊറയാണിത്. ഇത്രയും നാൾ നമ്മൾ വിചാരിച്ച് കമിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇതെല്ലാവരും ചോദിച്ചുകൊണ്ട് നിൽക്കും, കമിയുന്നുണ്ടോ, എങ്ങനെയാണ് എവിടെ എത്തിയെന്ന്. അപ്പോൾ കമിഞ്ഞേ പിന്നെ ഇപ്പം ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതാ മക്കളങ്ങനെ റെഡിയായി സ്കൂളിലേക്കെല്ലാം പോകാനുള്ള സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാഷാഅല്ലാ ചാമ്പങ്ങയെല്ലാം പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്നാമത് നമുക്ക് ടൈമേ ഉണ്ടായിട്ടില്ല കേട്ടോ ചാമ്പങ്ങര അങ്ങോട്ടേക്ക് വരാനായിട്ട്. അപ്പം ഇങ്ങനെ ഉള്ളോട്ടായിട്ട് പിടിച്ചോണ്ട് തന്നെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മളെല്ലാവരും ഇന്ന് നേരത്തെ റെഡിയാവും ചെയ്തിന് കേട്ടോ സ്കൂളിൽ പോകാനായിട്ട്. അങ്ങനെ വെറുതെ പുറത്തിറങ്ങിയ ടൈമിൽ ചാമ്പങ്ങയെല്ലാം പറിച്ചിട്ട് ഓന് സ്കൂളിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം പോക്കറ്റിലിട്ടിട്ടെല്ലാം കുറേ കൊണ്ടുപോയിട്ടുണ്ടായിന്. അങ്ങനെ ഇപ്പോൾ ഇത് അവർ സ്കൂളെല്ലാം പോയി. പിന്നെ ഞാൻ ഫാത്തിമാനെല്ലാം എടുത്ത് കുറച്ച് വെയിലത്തെല്ലാം ഒന്ന് നടന്ന്, കാരണം ഭയങ്കര വിറ്റാമിൻ ഡിൻ്റെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും മനക്കും കൊള്ളാം കുഞ്ഞിക്കും കൊള്ളാമല്ലോ. അപ്പോൾ പിന്നെ ഓളെ എടുത്ത് കുറച്ച് സമയം ആ ഒരു ടൈം കുറച്ചൊരു ഫ്രീ ആയിട്ടുള്ള ടൈമാണ് കേട്ടോ. മക്കൾ പോയാടില്ല, ആ ഒരു കുറച്ച് സമയം ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിനാണ് ഞാൻ ഇതുപോലെ മുറ്റത്തെല്ലാം ഇരുന്ന് ഒന്ന് ഒരു റിലാക്സ് ചെയ്യൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഐഷുവിനെല്ലാം അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞയച്ചേട്ടാ. പിന്നെ ഞാൻ കടയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ അച്ചാറുണ്ടാക്കാനായിട്ട് അതിൽ കൂട്ടാനായിട്ട് ഈത്തപ്പഴം കൂടി വേണം കേട്ടോ. അപ്പോൾ നമ്മളെ പറഞ്ഞിട്ട് നേരെ മുമ്പിലാണ് കേട്ടോ ഈ ഒരു പീടിയുള്ളത്. അപ്പോൾ നേരെ പീടിയിലേക്ക് വന്ന് ആടുന്ന് നമ്മളെ ഈത്തപ്പഴവും പിന്നെ ഒരു ബ്രെഡും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ പീടിന്ന് ജസ്റ്റ് വേഗം പോയിട്ട് അങ്ങനെ വാങ്ങിക്കാമല്ലോ. പിന്നെ ഞാൻ ആരും ഇല്ലേരം പീടി പോവില്ല കേട്ടോ. കാരണം ഇവരെനിക്ക് നല്ല പണി തരും. കാരണം എല്ലാ ഐറ്റംസും ഇവർക്ക് വേണ്ടി വരും. അപ്പോൾ ഇവരില്ലാത്ത ടൈം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പീടിയിൽ പോല്. അങ്ങനെ അതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ ആ ഒരു ടൈമിൽ തന്നെ പീടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായില്ല. ഐശ്വര്യ വിട്ടപാടും പോയതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ഗ്യാസെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. അപ്പം ഈ ഒരു രാവിലത്തെ ആ ഒരു കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ വല്ലാത്തൊരു ഒരു സമാധാനമാണ്. വലിയൊരു പണി അങ്ങ് കഴിഞ്ഞ പോലെയാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ. കാരണം ഈ മെയിൻ കിച്ചണും വർക്ക് ഏരിയയും എല്ലാം കൂടി ക്ലീനാക്കി വരുമ്പോഴത്തേക്കും ഒരുപാട് ടൈമും എടുക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കാനുണ്ടാവും കേട്ടോ. കാരണം രാവിലെ നമ്മളെല്ലാം ഇങ്ങനെ പുകയായിട്ടെല്ലാം ചെയ്ത് എല്ലാ പണികളും ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഏകദേശം
കിച്ചൺ അത്രയും കോലം കെട്ടിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ വലിയൊരു പുരൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ കിച്ചണിൻ്റെ ആ ഒരു മെയിൻ ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം വേഗം തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മൾ കിച്ചൺ ക്ലീനിങ്ങിനെല്ലാം ഈ ഒരു ഫൈബർ ക്ലോത്താണ് കേട്ടോ യൂസ് ആക്കൽ. ഇത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് വേഗം തന്നെ നമുക്ക് ക്ലീനിങ് എല്ലാം പെട്ടെന്ന് ഇങ്ങനെ തുടച്ചാലെല്ലാം പോവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. അപ്പോൾ ഇത് ദോശയും പിന്നെ ഈ ഒരു തുവരക്കറിയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു ദോശയും ഈ ഒരു ടൈപ്പിലുള്ള ഒരു കറി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഏടിയും അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് നമ്മളെ ഈ നാട്ടിലെല്ലാം കേട്ടോ ഈ ഒരു കറി കൂടുതൽ കാണൽ. വേറെ ഏടിയും ഇതങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നാണ് കേട്ടോ കുറേ ആൾ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഗൾഫിലുള്ള ടൈമിൽ നമ്മളെ അടുത്ത് ഓരോരോ നാട്ടിലുള്ള ആളും നമ്മൾ ഓരോരോ സ്ഥലത്ത് താമസിക്കുമ്പോൾ ഓരോരോ നാട്ടിലില്ല. പക്ഷേ ഈ ഒരു തുവര എന്ന് പറഞ്ഞ സംഭവം ആരും കണ്ടിട്ടേ ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മളെ കണ്ണൂർ കാസർഗോഡ് ഈ ഒരു ഭാഗത്താന്ന് തോന്നട്ടെ ഈ ഒരു തുവരക്കറി വച്ചിട്ടുള്ളത് കൂടുതലായിട്ട് കണ്ടത്. ബാക്കി ഏത് നാട്ടിലും ഇല്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഈ ഒരു തുവര സംഭവം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മളെ അച്ചാറിൻ്റെ പരിപാടിയെല്ലാം നോക്കലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് കുറേ അലക്കാനിടയിലും അങ്ങനെയെല്ലാമായിട്ട് കുറച്ച് പണികളെല്ലാം അങ്ങനെ നടന്നുകൊണ്ടുണ്ടായിന്. പിന്നെ ഞാൻ കിച്ചണെല്ലാം ക്ലീനാക്കി പിന്നെ ഞാൻ വിചാരിച്ചു വേഗം നമുക്ക് അച്ചാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ട് പക്ഷേ ടൈം കിട്ടുകയേ ചെയ്യില്ല. കാരണം ഇന്നാക്കാം നാളെ ആക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് വീഡിയോ എടുക്കണം. കാരണം അച്ചാറിൻ്റെ മെയിനായിട്ടുള്ള ആൾ ഉമ്മയാണ് കേട്ടോ ഇവിടെ. ഞാനങ്ങനെ അച്ചാറിൻ്റെ ഭാഗത്തേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. പക്ഷെ എനിക്ക് അച്ചാർ ഉണ്ടാക്കണം എന്ന് എന്തായാലും ഒരിതുണ്ടായിന്. അപ്പോൾ എനിക്കും പഠിക്കാം നിങ്ങൾക്കും പഠിക്കാം. കാരണം ഉമ്മ എല്ലാം പറഞ്ഞുതരും. അപ്പോൾ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഞാനിക്കും പഠിക്കണം നിങ്ങൾക്കും പഠിക്കാമല്ലോ. കാരണം അച്ചാർ മെയിനായിട്ട് ഉമ്മയാണ് ആക്കൽ. അതായത് ഉമ്മ ഗൾഫിലേക്കെല്ലാം കൊണ്ടുവരുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് അച്ചാർ ഉണ്ടാക്കൽ. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് അങ്ങനെ അച്ചാറെല്ലാം ഉണ്ടാക്കൽ കുറവ് തന്നെയാണ്. മെയിനായിട്ട് നമ്മൾ ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ആക്കുന്ന ടൈമിൽ നമുക്കും അതിൽ നിന്ന് കുറച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ നാരങ്ങ അച്ചാറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ എല്ലാ ടൈമും ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോലും കൊടുത്തേക്കലും എല്ലാം ഈ ഒരു രീതിയിൽ അച്ചാറാക്കിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ എപ്പോൾ ഉമ്മാനോട് പറഞ്ഞുകൊണ്ടുണ്ട് ഇങ്ങനെ അച്ചാറിൻ്റെ റെസിപ്പി എന്തായാലും ഇടും. പക്ഷേ നമ്മൾ ഈ ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ ഒരുപാടാക്കിയിട്ട് വേഗത്തിൽ ഇങ്ങനെ ആക്കുന്നതല്ലേ, അന്നേരം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനൊരു ഇത് ടൈം കിട്ടുകയേ ചെയ്യില്ല ഫാസ്റ്റിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഏകദേശം 1 കിലോയിൽ അധികം ഉണ്ടെന്ന് തോന്നട്ടെ ഈ ഒരു നാരങ്ങ. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പം തന്നെ അതിൻ്റെ ആ ഒരു കുരുവെല്ലാം ഉണ്ടെങ്കിൽ കളഞ്ഞു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നാരങ്ങ ബോയിൽ ചെയ്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒരു പച്ചയോടെ അങ്ങനെ കട്ടാക്കി എടുക്കലാണ്. പിന്നെ ഇതിലേക്ക് മെയിൻ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ ഇതും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് നല്ലോണം തന്നെ എടുക്കാം കേട്ടോ. ഒരു വലിയ പീസ് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ബൾബ് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ടൈപ്പ് വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ കുറച്ച് സുഖമായി കേട്ടോ ഉലിഞ്ഞെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ക്രഷാക്കി എടുക്കലാണ്. പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ടാക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. കാരണം ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്താലും മതി. നേരെ മറിച്ച് നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കാനായിട്ട് പാടില്ല കേട്ടോ. കാരണം മിക്സിയിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റേ അങ്ങ് പോകും. അപ്പോൾ ഇത് മാക്സിമം നമ്മൾ കട്ടാക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ചോപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് രണ്ടൂട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പാക്കറ്റ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചേ എടുത്തിട്ടോ ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയിട്ടൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ആക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് തന്നെ ആക്കാനായിട്ട് നോക്കണം കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഈ അച്ചാർ എന്നെല്ലാം പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഫ്ലെയിം അങ്ങ് ഓണാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഫാസ്റ്റിലാകുന്നതല്ലേ. നമ്മൾ വേഗം ഓരോരോ ഐറ്റംസ് അതിൽ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ അച്ചാറിൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാം സാധനങ്ങളെല്ലാം സെറ്റാക്കി കട്ടാക്കേണ്ടതെല്ലാം റെഡിയാക്കിയിട്ട് വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്.
അപ്പോൾ ഇതാണ് ഈത്തപ്പഴം ഫുള്ളായിട്ട് കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കറിവേപ്പിലയും കട്ടാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. കാരണം ചില ആളെല്ലാം കറിവേപ്പില ഇങ്ങനെ മുതുമനായിട്ടിടും, പക്ഷേ കട്ട് ചെയ്തെടുത്താലാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവൽ. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുക്കട്ടെ. നല്ലെണ്ണ മീൻസ് നമ്മൾ എള്ളെണ്ണ ഉണ്ടല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇതൊരു 500 ml ആണെന്ന് തോന്നട്ടെ ഈ ഒരു ബോട്ടിൽ വരുന്നത്. അപ്പോൾ ഇതും ഈ ഒരു ഫുൾ ബോട്ടിലും പിന്നെ ഇതിൽ ഒരു 1/4 ഭാഗം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ഓയിലൊന്ന് ചൂടായി വരുമ്പം തന്നെ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുണ്ടല്ലോ കട്ടാക്കി എടുത്തത്, അപ്പോൾ അതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഓവറായിട്ട് കുക്കാവൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു പച്ചമണലൊന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഈ ഓയിലിൽ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഉമ്മ സൈഡിന് നിന്നിട്ട് എല്ലാം എനിക്ക് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഈ അച്ചാർ ഉണ്ടാക്കാനൊരു ഇതേ അറിയില്ല, പക്ഷേ എനിക്കിതെങ്ങനെയെങ്കിലായിട്ട് ഇത് ഉണ്ടാക്കി ഒരു റെസിപ്പി എനിക്കും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉമ്മാനയുടെ സൈഡിന് തന്നെ നിർത്തിയിട്ട് അങ്ങനെ ഉമ്മ ഓരോന്ന് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കും പഠിക്കാം നിങ്ങൾക്കും പഠിക്കാം കേട്ടോ. ഈ ഒരു അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചെറുതായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കുക, അങ്ങനെ ഓവറായിട്ട് ഇളക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് കുക്കായി വരണം കേട്ടോ. ഓവറായിട്ട് ഒന്നും ഇങ്ങനെ പൊരിഞ്ഞ് പോകുമൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. നമ്മൾ കട്ടാക്കി എടുത്ത ആ ഒരു ഈത്തപ്പഴം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈത്തപ്പഴം ഇട്ടതിന് ശേഷം കുറച്ച് ഇളക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഈത്തപ്പഴം ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റായി വരും കേട്ടോ. അപ്പോൾ ഇതാ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പോളം വിനീഗർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഈത്തപ്പഴം അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കയ്യിലും കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം ഇത് സെപ്പറേറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ഇതിൽ ഇടൊന്നും വേണ്ട കേട്ടോ, ഇതിൽ തന്നെ എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഈത്തപ്പഴം ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മളെ അച്ചാർ പൊടി ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഈത്തപ്പഴം വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം ഒന്ന് റെഡിയായി വരുന്ന ടൈമിലാണ് നമ്മൾ ഈ ഒരു അച്ചാർ പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് ബ്രാൻഡ് അങ്ങനത്തെ കണക്കൊന്നുമില്ല കേട്ടോ, അച്ചാർ പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു പാക്കറ്റിൽ ഒരു 1/4 ഭാഗം മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ, ബാക്കി ഫുള്ളായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണലോ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതായിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ നാരങ്ങയിൽ ഇട്ട് കൊടുത്തോണ്ട് തന്നെ ഏകദേശം ആ ഒരു കണക്ക് നോക്കിയിട്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കലാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വീണ്ടും കുറച്ചും കൂടി വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ആ ഒരു ഇതിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതായിലേക്ക് മെയിൻ നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ചില ആൾക്കാരൊന്നും കായപ്പൊടി അങ്ങനെ ചേർക്കലില്ല കേട്ടോ, കാരണം നമ്മൾ ആ ഒരു അച്ചാറിൻ്റെ പൊടിയിൽ തന്നെ കായപ്പൊടീൻ്റെ ആ ഒരു ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ എക്സ്ട്രാ കായപ്പൊടി ചേർക്കുമ്പോൾ കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റിലത്. ഇനിയിപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു നാരങ്ങ കട്ടാക്കി എടുത്തതുണ്ടല്ലോ ചെറുനാരങ്ങ, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നാരങ്ങ ഓവറായിട്ട് കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല, ഫുള്ളായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു മിക്സിൽ ഇങ്ങനെ ജസ്റ്റ് തള വരുന്ന ആ ഒരു ടൈം ആവും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം വരെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ എന്താ പറയുക ഈ നാരങ്ങയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടൈമിലെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ടൈമിൽ ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ നമുക്ക് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നെ അതിൻ്റെ ആ ഒരു ഉപ്പും പൊളിയെല്ലാം പിടിച്ചിട്ട് നല്ല സെറ്റാവും. പിന്നെ ഇതിൽ നമ്മൾ ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1/4 കപ്പോളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ
ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണല്ല 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈത്തപ്പഴം എടുത്തത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിന്. അപ്പം പഞ്ചസാര ചേർക്കുന്നില്ലെങ്കിൽ അത് വേണ്ട, അത് സ്കിപ്പാക്കാം. അതിന് പകരം നമുക്ക് കുറച്ചും കൂടി അധികം ഈത്തപ്പഴം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ ഉണ്ടാകൽ. നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും കയ്പ്പാന്ന് തോന്നുന്നു, പക്ഷേ കുഴപ്പമില്ല. നമ്മളിത് ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ കൂട്ടിയാൽ തികയൂല എന്ന് പറയാം, അത്രയും ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു കയ്പ്പൊന്നും ഇല്ലാണ്ട് തന്നെ ഭയങ്കര നല്ല എരിവും പുളിയും മധുരവും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ കുക്കാക്കാണ്ട് ഇട്ടതല്ലേ, അപ്പോൾ അതും ഇതിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു തിള വരുമ്പം തന്നെ ഇത് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് അങ്ങ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലെല്ലാം മുകളിൽ ഇങ്ങനെ പൊന്തി വരുന്ന ഈ ഒരു ടൈമിന് നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ. എന്താ പറയുക, ഇപ്പുറത്തേക്ക് വെച്ച് കൊടുക്കണം. ആ ചൂടിൽ തന്നെ അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കട്ടെ. വേണമെങ്കിൽ ഇതിൽ തന്നെ വെക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് ബോട്ടിലാക്കിയിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിൽ നല്ല ഉപ്പും മുളകെല്ലാം പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അച്ചാറാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, അതുപോലെ തന്നെ നല്ല സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അച്ചാർ റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഗൾഫിലെല്ലാം കൊണ്ടുപോകുന്ന ആ ഒരു അച്ചാറാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഞാൻ അന്ന് ഗൾഫിൽ ഉപ്പ ഗൾഫിൽ പോകുന്ന ആ ഒരു ടൈമിലെടുത്ത ഒരു വ്ളോഗിൽ നമ്മളെ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കൂടി ഇട്ടിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ അച്ചാറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയ ഒരു ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ രാവിലെ കാണിച്ച ആ ഒരു ചാമ്പങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അത് പറിക്കാനായിട്ട് പോക്കാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചാമ്പങ്ങ. ഞാൻ പണ്ട് മദ്രസയിലെല്ലാം പോകുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഒരുപാട് ചാമ്പങ്ങയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ മദ്രസയിൽ പോയി വരുന്ന ടൈമിൽ ഈ ചാമ്പങ്ങ ഈ ഒരു ഡിസംബർ ടൈമാണല്ലോ, നമുക്ക് ശനി ഞായറാണ് കേട്ടോ ഞാൻ കൂടുതൽ പോകൽ. കാരണം മറ്റുള്ള ദിവസം സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പോയിട്ട് ഇത് പറിക്കാനുള്ള ടൈം കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ ഈ ശനി ഞായർ ദിവസം എൻ്റെ മദ്രസ കൊണ്ടുപോകുന്ന ബാഗിൽ ഫുള്ളായിട്ട് ചാമ്പങ്ങ ആയിരിക്കും. കാരണം എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുള്ളൊരു ഫ്രൂട്ട്സാണ് കേട്ടോ. ഫ്രൂട്ട്സിൽ എനിക്ക് ആ ഒരു നമ്മളെ പ്രകൃതി നമ്മളെ നാച്ചുറലായിട്ടുള്ള നമ്മളെ മുറ്റത്തിലെ ഫ്രൂട്ട്സിൽ വെച്ചിട്ട് എനിക്ക് ചാമ്പങ്ങ എനിക്കൊരു എൻ്റെ ഒരു ജീവൻ പോലെയാണ് കേട്ടോ എനിക്കുള്ളത്. അത്രയും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇവിടെ മാഷാഅല്ലാഹ് നമ്മളെ മുറ്റത്ത് തന്നെ പിടിച്ചിട്ട് കാണുമ്പോൾ അത് അയൽപ്പരം സന്തോഷം വേറെ കിട്ടാനില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയും ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ നമ്മളെ പുരൻ്റെ മുറ്റത്ത് തന്നെ പിടിച്ചിട്ട് അതിങ്ങനെ പറിച്ച് കഴിക്കുമ്പോൾ ആ ഒരു സുഖം അത് വേറെ എവിടുന്ന് നമുക്ക് കിട്ടൂല, അത്രയും രസമാണ്. അപ്പോൾ ഇതാ ഞാനങ്ങനെ ചാമ്പങ്ങയെല്ലാം കഴിക്കലാണ് കേട്ടോ. അപ്പം ഇനിയും ഇൻഷാല്ലാ കുറേ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറേ പിടിക്കട്ടെ എന്ന് ഇതാക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ല റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് വരാം കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയാണ് കേട്ടോ. കാരണം വ്ളോഗൊന്നും എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈമേ കിട്ടുന്നില്ല. വ്ളോഗ്സ് എല്ലാം എടുത്ത് വെക്കലുണ്ട് കേട്ടോ, പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഒരു ടൈമൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വ്ളോഗ് പെൻഡിങ് ആയിട്ട് പോവുകയെന്ന്.